എടി നീ ഇന്നലെ നേരത്തെ വീട്ടിലെത്തിയാ? ആടാ, ഞാൻ മെസ്സേജ് ചെയ്യാൻ വിട്ടുപോയി. നീ എന്താ ഇങ്ങനെ നോക്കണേ? ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയാ? എങ്ങനെ മനസ്സിലായി? യു ലുക്ക് സംതിങ് ഡിഫറെന്റ്. എൻ്റെ അമ്മക്ക് പോലും മനസ്സിലായില്ല. നീ എന്നോട് സ്പ്രേ മാറ്റിയോടി? എൻ്റെ പൊന്നെണ്ണ നമിച്ച്. ഫോൺ വിളിക്കുന്നു. ഹലോ ഡാ നവീനെ. റൂമിന്റെ താക്കോലോട്ട് നീ അങ്ങോട്ട് പോയേക്കുവാ. പെട്ടെന്ന് നീ വന്നേ. എടാ നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളൂ. എടാ നിനക്ക് അവളോട് ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ. എടാ പണ്ടേ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ കുറേ പേരോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞേ, എല്ലാം കൈവിട്ട് പോയിട്ടേ ഉള്ളൂ. എടാ അത് സ്കൂളിലും കോളേജിലും ഒക്കെ അല്ലേ. ഇപ്പൊ കൈവിട്ട് പോകാതിരിക്കാനാണ് നിന്നോട് പറയുന്നത്. ഇല്ലടാ, ഇതും കൈവിട്ട് പോവും. അന്ന് ഞാൻ എല്ലാത്തിലും ഭയങ്കര ആത്മാർത്ഥമായിരുന്നു. എടാ അത് അന്നല്ലേ, ഇപ്പൊ നീ കുറച്ചും കൂടെ വൃത്തിയായി. എടാ ഞാനേ എന്തായാലും അവളോടൊന്നും പോയി ഇഷ്ടമാണെന്നൊന്നും പോയി പറയത്തില്ലടാ. എന്നാ ഞാൻ പോയി പറയട്ടെ. എടാ കൊല്ലും ഞാൻ. ഇവിടെയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സംസാരിക്കുന്നെങ്കിലും ഉണ്ട്. എടാ നിന്റെ മനസ്സിലുള്ള അവളെ അറിയണ്ടേ. എടാ ഈ ലൈഫിലെ റിജക്ഷൻസ് മാത്രം കിട്ടിയിട്ടുള്ളവരെ പിന്നെ ലൈഫിൽ അവർക്കൊരു പ്രണയമൊക്കെ തോന്നിയാൽ അവർ പറയാനായിട്ട് ധൈര്യപ്പെടില്ലടാ. അപ്പൊ പറയണ്ടേ? വേണ്ടടാ, നീയും പറയണ്ട. അവർക്ക് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുവാണെങ്കിൽ മാത്രം ഇത് ഫോർവേഡ് ആയാൽ മതി. നിന്റെ ഇഷ്ടം. നമുക്കും കാണും ഇങ്ങനെ കുറച്ച് കൂട്ടുകാർ. പണ്ട് എപ്പോഴോ ഉണ്ടായ ഒരു റിജക്ഷൻ കാരണം മനസ്സിന് മുറിവേറ്റതാണ്. പിന്നീട് അവർക്ക് ഇഷ്ടം തോന്നിയാലും അവരത് പറയാൻ ധൈര്യപ്പെടില്ല.